ഒരേ ക്ലാസ്സിൽ 1 മുതൽ 10 വരെ പഠിച്ചവർ. ശിവപ്രസാദും മനു മുരളിയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായിരുന്നു സംഭവിച്ചതല്ല. അലോസരമില്ലാതെ ഉറങ്ങിയ ഒന്നാംകുറ്റി നിവാസികൾ കൊലപാതക വാർത്ത കേട്ടാണ് ഉണർന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ ഒന്നാംകുറ്റിയിൽ നിന്നും 300 മീറ്റർ ഉള്ളിലാണ് കൊലപാതകം നടന്ന വീട്. പ്രതി ശിവപ്രസാദ് മാത്രമാണ് ഇവിടെ താമസിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സഹോദരി വിദേശത്തുള്ള ആളാണ്. അവർക്കൊപ്പമാണ് അമ്മ കഴിഞ്ഞു വരുന്നത്. പുലർച്ചെ 3:30 ശിവപ്രസാദ് അയൽവാസി കൂടിയായ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലെത്തി. അബോധാവസ്ഥയിലായ മനുവിനെ ആശുപത്രിയിലെത്തിക്കാൻ സഹായം വേണമെന്നായിരുന്നു ആവശ്യം. കാര്യമില്ലാതെ കടിച്ചിറങ്ങാൻ ഞാൻ പിടിച്ച് തൊഴിച്ചു. അങ്ങനെ മറിഞ്ഞു വീണ് ടീപ്പോയിലോ എവിടെയോ കൊണ്ടതാണെന്ന് തോന്നുന്നു. തലയിലൊരു മുറിവുണ്ട്, ചോര വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവൻ അനക്കമില്ല, എനിക്ക് പേടിയാവുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആംബുലൻസ് വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആംബുലൻസ് വിളിച്ചു കൊടുത്തു. കൊലപാതകം നടന്ന കൊച്ചു പുത്തൻ വീട്ടിൽ നിന്നും ഏറെക്കുറെ 1/2 കിലോമീറ്റർ മാത്രം മാറിയാണ് മനുവിൻ്റെ വീട്. മനു ടിപ്പർ ലോറിയുടെയും അതോടൊപ്പം തന്നെ ഹിറ്റാച്ചിയുടെയും ഒക്കെ ഉടമയാണ്. കഴിഞ്ഞ രാത്രി 11 മണിയോടുകൂടി ശിവപ്രസാദ് മനുവിനെ വീട്ടിലെ മണ്ണ് നീക്കുന്ന ജോലികൾക്കായി വിളിച്ചു വരുത്തുകയായിരുന്നു. 12:30 ശേഷവും ഇവിടെ മണ്ണ് മാറ്റുന്ന ജോലികൾ തുടർന്നിരുന്നു എന്നുള്ളതാണ് സമീപവാസികൾ നൽകുന്ന വിവരം. അതേസമയം ജോലികൾ പാതി ഉപേക്ഷിച്ച നിലയിലാണ് മണ്ണുമാന്തി യന്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. ശിവപ്രസാദിന്റെ വീടിനോട് ചേർന്ന് വർക്ക്ഷോപ്പ് തുടങ്ങാൻ പദ്ധതിയുണ്ടായിരുന്നു. ഇതിനായിട്ടാണ് മണ്ണ് നീക്കിയത്. ജോലിക്കിടെ ഇരുവരും വീട്ടിലെത്തി മദ്യപിച്ചു. തുടർന്ന് തർക്കവും കയ്യാങ്കളിയുമായി. മനുവിന്റെ കടിയേറ്റ ശിവപ്രസാദ് പ്രത്യാക്രമണം നടത്തി. മരണപ്പെട്ട ആളിനെ അവിടെ പണിക്ക് വിളിച്ചു. രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അപ്പോൾ കുറേ സമയം പണി ചെയ്ത ശേഷം അവർ വീട്ടിൽ കയറി, ശിവപ്രസാദിൻ്റെ വീട്ടിൽ. ആ സമയത്ത് അവർ തമ്മിൽ സംസാരം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം ഉണ്ടായി. ആ തർക്കത്തിലുണ്ടായ അടിപിടിയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. മുറിക്കുള്ളിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതശരീരം. തലയ്ക്ക് പിന്നിൽ മുറിവുണ്ടായിരുന്നു. ആംബുലൻസ് ഡ്രൈവർക്കൊപ്പം മനുവുമായി പത്തനാപുരം EMS ആശുപത്രിയിലേക്ക് പോയ ശിവപ്രസാദ് പിന്നീട് അവിടെ നിന്നും മുങ്ങി. ഇയാളെ രാവിലെ 8:30 പോലീസ് പിടികൂടുകയായിരുന്നു. തെളിവെടുപ്പിന് വീട്ടിലെത്തിച്ച പ്രതിയെ നാട്ടുകാർ ആക്രമിക്കാനൊരുങ്ങി. ഏറെ പണിപ്പെട്ടാണ് പോലീസ് നടപടികൾ പൂർത്തിയാക്കി മടങ്ങിയത്. കൊല്ലപ്പെട്ട മനുവിന് 2 മക്കളുണ്ട്. ഒരാൾക്ക് പ്രായം 11, മറ്റൊരാൾക്ക് 4. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.